LDF കൺവീനർ EP ജയരാജനെ നീക്കിയത് BJPയുമായുള്ള ധാരണ പുറത്തുവന്നതുകൊണ്ടാണെന്നും പുറത്തുവന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് EP തുടരുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് CPM-നകത്തും ഇടതുമുന്നണിക്കകത്തുമുള്ള ജീർണതകളാണ് ഇവിടെ ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. BJPയുമായി ധാരണയുണ്ടാക്കി അത് പുറത്തു വന്നതുകൊണ്ടാണ് EP ജയരാജനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുമായിരുന്നു. അപ്പോൾ BJPയുമായി ധാരണ ഉണ്ടാക്കിയത് പുറത്തു വന്നതിൻ്റെ ഇരയാണ് EP ജയരാജൻ. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയും BJP ബന്ധം തുടരുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് പിടിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ നീക്കം ചെയ്തതെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ CPM-നകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരള പോലീസ് ഇന്ത്യയിലെ പോലീസിന് മാതൃകയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇന്നലത്തെ വെളിപ്പെടുത്തൽ വാസ്തവത്തിൽ അതൊരു ഭരണകക്ഷി MLAയോട് ദീർഘകാലം SP ആയിരിക്കുന്ന ഒരാൾ നടത്തിയ വെളിപ്പെടുത്തൽ കേരള പോലീസിൻ്റെ ഇന്നത്തെ ഗുരുതരമായ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാലത്തുമില്ലാത്ത നിലയിൽ കേരള പോലീസിൽ നടക്കുന്ന അതിഗുരുതരമായ പ്രശ്നങ്ങളുടെ ഒരു സൂചന, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നമ്മൾ കാണുന്നത്. PV അൻവർ ഒരു ഭരണകക്ഷി MLA ആണ്. അദ്ദേഹത്തോട് ദീർഘകാലമായി SP ആയിരിക്കുന്ന ഒരു വ്യക്തി ഈ പോലീസിനകത്ത് നടക്കുന്ന ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് വേണം വിചാരിക്കാൻ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.